ഈ യാണെല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ ഈ ക്രോഷ്യം ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. ഇത് പഠിക്കാണ്ട് തന്നെ എങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കിയാലോ? ഞാൻ എടുത്തതിൽ ഏറ്റവും ചീപ്പ് യാണ് ഇതായിരുന്നേ. ഞാൻ ഈ എടുത്ത ഷേപ്പിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണം. ഞാൻ ഈ ചെയ്യുന്ന പോലെ അത് നീളത്തിന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റിയാൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ പോകുന്ന കാര്യം കിട്ടുകയുള്ളൂ. ഇപ്പം എനിക്ക് ഇത്രയൊക്കെ ഷേപ്പിന് മതിയാവും. നിങ്ങൾ നിങ്ങളുടെ യൂസിനനുസരിച്ച് ചുറ്റി കൊടുക്കാം. ഏകദേശം ഇത്രയൊക്കെ തിക്നെസ് ആകുമ്പോഴത്തേക്ക് ഒന്ന് മുറിച്ചു കൊടുക്കണം. ഞാൻ ഈ എടുത്ത യാണിക്കാലം കുറച്ച് സ്മൂത്ത് കളർ എടുക്കുന്നതാവും ബെറ്റർ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ബാക്കി സ്റ്റെപ്പും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഡിവൈഡ് ചെയ്തതിനെ ഞാൻ നേരത്തെ കെട്ടിക്കൊടുത്ത അതേപോലെ കെട്ടിക്കൊടുക്കണം. ഇനി ഇതിനെയും ഡിവൈഡ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞു തന്നാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുമെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ എന്തായാലും ക്ലിയർ ആവും. ഇതിപ്പം 3 എണ്ണമാണ് ഞാനിങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ഇതും കൂടെ കെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ഇതിന് ബാക്കി വന്നതും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ അല്ലാതെ തന്നെ ഇത് ഹാങ് ചെയ്തിടാനും പറ്റും. പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഹാങ് ചെയ്യാനായിട്ട് ഒരു ചെയിൻ ആവശ്യമില്ലേ. ഞാൻ അതേ ക്രോഷറ്റ് ഉപയോഗിച്ച് തന്നെ ഈ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.